നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Higher Education Oriented Coaching and Training Programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. ദർശന പുണ്യവുമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. പുല്ലുമേട്ടിലും പരുന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും മണിക്കൂറുകൾ കാത്തുനിന്ന അയ്യപ്പ ഭക്തർ ശരണം വിളികളോടെ മലയിറങ്ങി. ഇത്തവണ ഒരുക്കിയത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. മൂന്നാർ ആനയിറങ്കൽ ഹൈഡൽ ടൂറിസം സെന്ററിൽ കാട്ടാന ആക്രമണം. കുട്ടവഞ്ചിയും വിവിധ ഉപകരണങ്ങളും നശിപ്പിച്ചു. സോളാർ വേലി ഉണ്ടായിരുന്നത് വിനോദസഞ്ചാരികൾക്ക് തുണയായി. കാട്ടാന ടൂറിസം സെന്ററിലേക്ക് എത്തിയത് ഡാം നീന്തിക്കടന്ന. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ 3 ചെയിൻ 10 ചെയിൻ മേഖലകളിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള തീരുമാനം. അയ്യപ്പൻകോവിൽ പൊന്മുടി കല്ലാറകുട്ടി നിവാസികൾക്ക് ആശ്വാസം പകരുന്നു. ഉന്നതതല യോഗത്തിൽ പീരുമേട് താലൂക്കിലെ ഭൂമി വിഷയങ്ങൾ പരാമർശിക്കാത്തതിൽ ആശങ്കയും ഉയരുന്നു. രാജമാണിക്യം റിപ്പോർട്ടിന്റെ പേരിൽ ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ ഉപ്പുതറ നിവാസികൾ. കട്ടപ്പന വാഴവര അർബൻ PHCയോട് നഗരസഭ അവഗണന കാണിക്കുന്നതായി പരാതി. നഗരസഭയുടെ അനാസ്ഥയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ആശുപത്രിക്ക് നഷ്ടമായെന്നും ആക്ഷേപം. ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ ഉപവാസമടക്കമുള്ള സമരം ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. വിശദമായ വാർത്തകളിലേക്ക്. ദർശന പുണ്യവുമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. പുല്ലുമേട്ടിലും പരുന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും മണിക്കൂറുകൾ കാത്തുനിന്ന അയ്യപ്പ ഭക്തർ ശരണം വിളികളോടെ മലയിറങ്ങി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതോടെ പുല്ലുമേട്ടിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന അയ്യപ്പ ഭക്തർ ദർശന സായുജ്യത്തോടെ ശരണം വിളിച്ചു. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ദർശനം ഭക്തരുടെ മനസ്സിനും പുണ്യം പകർന്നതോടെ മണിക്കൂറുകൾക്ക് മുൻപേ പുല്ലുമേട്ടിൽ തമ്പടിച്ചിരുന്ന ഭക്തർ നിർവൃതിയോടെ മലയിറങ്ങി. ഇക്കുറിയും സുഗമമായി മകരജ്യോതി ദർശനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ വിപുലമായ സുരക്ഷാ സൗകര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഒരുക്കിയിരുന്നത്. വകുപ്പ് മേധാവികളെയും പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ജില്ലാ കളക്ടർ അവലോകന യോഗങ്ങൾ നടത്തി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും നേരിട്ട് പുല്ലുമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധിച്ചു. ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. വനം, PWD, വാട്ടർ അതോറിറ്റി, മോട്ടോർ വാഹന വകുപ്പ്, പഞ്ചായത്ത്, ആരോഗ്യ വകുപ്പ്, ഗതാഗത വകുപ്പ് തുടങ്ങിയവ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ക്രമീകരണങ്ങൾ കുറ്റമറ്റതാക്കി. ജില്ലാ പോലീസ് മേധാവി VO കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ 1400 പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചാണ് സുരക്ഷ ഒരുക്കിയത്. ദക്ഷിണ മേഖല DIG ഡോക്ടർ A ശ്രീനിവാസ്, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി VO കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മകരജ്യോതി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോയ അയ്യപ്പ ഭക്തർക്ക് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ കക്കിക്കവല ഇൻഫർമേഷൻ സെന്ററിൽ അന്നദാനം ഒരുക്കി. സേവാസംഘം പ്രതിനിധി R ദിനേശൻ അന്നദാന വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 40 ദിവസങ്ങളായി വണ്ടിപ്പെരിയാർ സത്രത്തിൽ കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി പോകുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നൽകി വരുന്നുണ്ട്. ശബരിമല മകരവിളക്ക് ദിനത്തിൽ ശബരിമല ദർശനത്തിനായി അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതോടെയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വണ്ടിപ്പെരിയാർ കക്കിക്കവലയിലുള്ള അയ്യപ്പ സേവാ സംഘം ഇൻഫർമേഷൻ സെന്ററിൽ അന്നദാനം ഒരുക്കിയത്. ശബരിമല ദർശനം കഴിഞ്ഞു വരുന്ന അയ്യപ്പ ഭക്തരും മകരവിളക്കിന് ശേഷം ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെയും വലിയ തിരക്കാണ് വണ്ടിപ്പെരിയാറിൽ അനുഭവപ്പെട്ടത്. അതിനാലാണ് സത്രത്തിനു പുറമെ വണ്ടിപ്പെരിയാറിലും അന്നദാനം ഒരുക്കിയത്. അന്നദാന വിതരണത്തിന്റെ ഉദ്ഘാടനം അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹിയും ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി അംഗവുമായ R ദിനേശൻ നിർവഹിച്ചു. രാവിലെ 6 മണി മുതൽ തന്നെ അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നൽകുന്ന പ്രവർത്തനങ്ങൾ ഇൻഫർമേഷൻ സെന്ററിൽ ആരംഭിച്ചിരുന്നു. വൈകിട്ട് വിവിധ പ്രദേശങ്ങളിൽ മകരജ്യോതി ദർശനം കഴിഞ്ഞ് വണ്ടിപ്പെരിയാറിലെത്തുന്ന അയ്യപ്പ ഭക്തർക്കും ഇൻഫർമേഷൻ സെന്ററിൽ അന്നദാനമൊരുക്കി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ TC ഗോപാലകൃഷ്ണൻ, ദിലീപ് ജിക്കോ വളപ്പിൽ,
മോഹനൻ ചുരക്കുളം, മനോജ് വാളാടി, രാജ ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മകരവിളക്ക് ദിനത്തിൽ അയ്യപ്പ ഭക്തർക്കായി വണ്ടിപ്പെരിയാറിൽ അന്നദാനമൊരുക്കിയത്. പുല്ലുമേട് ദുരന്തത്തിന് 12 വയസ്സ്. 2011 ജനുവരി 14 മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങിയ 102 അയ്യപ്പ ഭക്തരാണ് തിക്കിലും തിരക്കിലും പെട്ടു മരിച്ചത്. 2011 ജനുവരി 14 മകരവിളക്ക് ദർശിക്കാൻ പുല്ലുമേട്ടിൽ 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയതായാണ് അനൌദ്യോഗിക കണക്ക്. വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ശരണമന്ത്രങ്ങളാൽ പുല്ലുമേട് മുഖരിതമായി. ജ്യോതി ദർശനത്തിന് ശേഷം തീർത്ഥാടകർ ഒന്നാകെ മലയിറങ്ങി തുടങ്ങി. 1.5 ലക്ഷത്തോളം തീർത്ഥാടകരെ നിയന്ത്രിക്കാനുണ്ടായിരുന്നത് 100-ൽ താഴെ പോലീസുകാർ. പുല്ലുമേട്ടിലേക്ക് വാഹനങ്ങൾ കടക്കാതിരിക്കാൻ വനം വകുപ്പ് ചങ്ങലയിട്ടിരുന്നു. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകർ ഈ ചങ്ങലയിൽ കുടുങ്ങി നിലത്ത് വീണു. ഇരുട്ടിൽ തിക്കും തിരക്കുമായി. അത് രാജ്യത്തെ ഞെട്ടിച്ച ദുരന്തമായി മാറി. 102 അയ്യപ്പ ഭക്തർക്ക് ജീവൻ നഷ്ടമായി. എല്ലാവരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ തീർത്ഥാടകരായിരുന്നു. ദുരന്തത്തിനു ശേഷം പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാർ ആനയിറങ്കൽ ഹൈഡൽ ടൂറിസം സെന്ററിൽ കാട്ടാന ആക്രമണം. കുട്ടവഞ്ചിയും വിവിധ ഉപകരണങ്ങളും നശിപ്പിച്ചു. സോളാർ വേലി ഉണ്ടായിരുന്നതാണ് വിനോദസഞ്ചാരികൾക്ക് തുണയായത്. ചക്കക്കൊമ്പൻ എന്നറിയപ്പെടുന്ന കാട്ടാന ഡാം നീന്തിക്കടന്ന ടൂറിസം സെന്ററിലേക്ക് എത്തുകയായിരുന്നു. മൂന്നാർ ആനയിറങ്കൽ ഹൈഡൽ ടൂറിസം സെന്ററിൽ കാട്ടാന ആക്രമണം. രാവിലെ 9ഓടെയാണ് ആനയിറങ്കലിലെ ബോട്ടിംഗ് സെന്ററിലേക്ക് ചക്കക്കൊമ്പൻ നീന്തിയെത്തിയത്. ടൂറിസം ആക്ടിവിറ്റികൾക്കായി ഉപയോഗിക്കുന്ന 2 കുട്ടവഞ്ചികളും കസേരകളും മറ്റു ഉപകരണങ്ങളും നശിപ്പിച്ചു. സമീപത്ത് സ്ഥാപിച്ചിരുന്ന സോളാർ വേലി മറികടന്ന് എത്താത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ടൂറിസം സെന്ററിലെ ജീവനക്കാരും വിനോദസഞ്ചാരികളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. രാവിലെ സെന്ററിൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല. ജീവനക്കാരും സഞ്ചാരികളും ബഹളം വെച്ചതോടെ ചക്കക്കൊമ്പൻ പിന്തിരിയുകയായിരുന്നു. തുടർന്ന് വാച്ചർമാർ ആനയെ സമീപത്തെ തോട്ടം മേഖലയിലേക്ക് തുരത്തി ഓടിച്ചു. ഏതാനും ദിവസങ്ങളിലായി മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ നിൽക്കുകയായിരുന്ന കാട്ടാനയുടെ മുൻപിൽപ്പെട്ട സ്കൂട്ടർ യാത്രികർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സമീപ മേഖലയായ ശങ്കരപാണ്ഡ്യൻ മെട്ടിൽ 2 വീടുകളും കഴിഞ്ഞയിടെ ആന തകർത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ 3 ചെയിൻ 10 ചെയിൻ മേഖലകളിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള തീരുമാനം അയ്യപ്പൻകോവിൽ പൊന്മുടി കല്ലാറകുട്ടി നിവാസികൾക്ക് ആശ്വാസം പകരുന്നു. അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജനവാസം ആരംഭിച്ച പൊന്മുടിയെ ക്യാച്ച്മെന്റ് മേഖലയെന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരുന്നതാണ് ഇവിടുത്തെ കർഷകരുടെ പട്ടയ സ്വപ്നത്തിന് വിലങ്ങുതടിയായി തീർന്നത്. ഇടുക്കിയിലെ ആദ്യകാല ജനവാസ മേഖലയാണ് പൊന്മുടി. പൊന്മുടി അണക്കെട്ടിന്റെ നിർമ്മാണവും റോഡുമെല്ലാം എത്തിയതോടെയാണ് രാജകുമാരിയും രാജാക്കാടും അടക്കമുള്ള മറ്റു പ്രദേശങ്ങളിൽ വികസനമെത്തിയത്. അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ പ്രദേശം ക്യാച്ച്മെന്റ് ഏരിയ എന്ന് രേഖകളിൽ ഉൾപ്പെടുത്തി. ഇതോടെ അണക്കെട്ടിന്റെ താഴ്വശത്തായി സ്ഥിതി ചെയ്യുന്നതും പദ്ധതി പ്രദേശവുമായി ബന്ധമില്ലാത്തതുമായ പൊന്മുടി നിവാസികളുടെ പട്ടയ സ്വപ്നങ്ങൾ അസ്തമിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ പൊന്മുടിയിലെ അടക്കം പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള തീരുമാനം ജനങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നതാണ്. യഥാർത്ഥത്തിൽ പൊന്മുടി ഡാം നിർമ്മിക്കുന്നതിനും വളരെ മുൻപേ കുടിയേറിയ കർഷകർക്ക് ഇന്നും പട്ടയമില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ വൈകിയ വേളയിലെങ്കിലും പൊന്മുടിയിലെ കർഷകരെ കൂടി പട്ടയ നടപടികളിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സർക്കാരിൻ്റെ ഉന്നതതല യോഗത്തിന് അഭിവാദ്യമർപ്പിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ എത്രയും വേഗം പൊന്മുടിയിലെ കർഷകരുടെ പട്ടയ പ്രശ്നം പരിഹരിക്കുകയും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഉപാധിരഹിത പട്ടയം നൽകി സഹായിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അയ്യപ്പൻകോവിൽ, ഇരട്ടയാർ, കല്ലാർകുട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലും പട്ടയത്തിനായി വലിയ സമരങ്ങൾ നടക്കുന്നു. 10 ചെയിൻ മേഖലയിൽ പട്ടയം നൽകാനുള്ള സർക്കാർ തീരുമാനം പൊന്മുടിക്കൊപ്പം ഈ പ്രദേശങ്ങളിലും അധിവസിക്കുന്ന ആയിരക്കണക്കിന് കർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകുന്നത്. ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പീരുമേട് താലൂക്കിലെ ഭൂമി വിഷയങ്ങൾ പരാമർശിക്കാത്തതിൽ ആശങ്ക. രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറിൽ കരം അടയ്ക്കാൻ കഴിയുന്നില്ല. ഇതുമൂലം ബാങ്ക് വായ്പ, ഭൂമിയുടെ ക്രയവിക്രയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവിധ നിയമക്കുരുക്കുകളാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പീരുമേട് താലൂക്കിലെ ഭൂവിഷയങ്ങൾ പരാമർശിക്കാത്തതിൽ ആശങ്ക. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കിയ ശേഷം പകരം ഭൂമിയായി സർക്കാർ പതിച്ചുകൊടുത്ത ഉപ്പുതറ ടൗണിലെ 339 സർവേ നമ്പറിലെ ഭൂമി സർക്കാർ ആവശ്യത്തിലേക്ക് നീക്കിയിട്ടിരിക്കുന്ന സംരക്ഷിത ഭൂമിയാണെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനവും വലിയ നിയമപ്രതിസന്ധിയാണ് നാട്ടുകാർക്കുണ്ടാക്കിയിരിക്കുന്നത്. വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ മാറിക്കിടക്കുന്നത് കാരണം അവിടെയും നിരവധി നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
ഭൂപരിഷ്കരണ നിയമ ഭേദഗതിയോടെ മാറുന്നതല്ല രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപ്പുതറയിലെ 6 സർവേ നമ്പറിലെ പ്രശ്നം. എസ്റ്റേറ്റിൽ നിന്നും ഭൂമി വിലയ്ക്ക് വാങ്ങിയപ്പോൾ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ കുറവ് ചെയ്യാത്തതാണ് വിനയായത്. ഇതിനുള്ള പരിഹാരം കാണേണ്ടത് സർക്കാരാണ്. ഇക്കാര്യങ്ങളിലൊന്നും ഉന്നതതല ചർച്ചയിലും തീരുമാനങ്ങളിലും പരാമർശമുണ്ടായിട്ടില്ല. എന്നാൽ പീരുമേട് ഒഴിച്ചുള്ള താലൂക്കുകളിലെ ഭൂമി പ്രശ്നങ്ങൾ വില്ലേജ് തിരിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം. തോട്ട എസ്റ്റേറ്റിൽ നിന്നും ഇവിടുത്തെ കൃഷിക്കാരെ വിലയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് ഈ പറയുന്ന 6 സർവേ നമ്പറിൽപ്പെട്ടത്. BTRൽ ഇപ്പോഴും എസ്റ്റേറ്റുകാരുടെ പേരിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത് നിയമപരമായി നമുക്ക് ഒരു കാരണവശാലും ടാക്സ് അടയ്ക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത്. വില കൊടുത്ത വാങ്ങിയ ഭൂമിയാണ് ഇതിൽ മുഴുവൻ തന്നെയും. അത് സർക്കാർ നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിയും. സർക്കാർ അതിൽ ഇടപെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിലെ പ്രശ്നം കാരണം നൂറുകണക്കിന് കർഷകരും വ്യാപാരികളുമാണ് ബുദ്ധിമുട്ടുന്നത്. പ്രശ്ന പരിഹാരത്തിന് അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന വാഴവര അർബൻ PHCയോട് നഗരസഭ അവഗണന കാണിക്കുന്നതായി പരാതി. നഗരസഭയുടെ അനാസ്ഥയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ആശുപത്രിക്ക് നഷ്ടമായെന്നും ആക്ഷേപമുണ്ട്. ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ ഉപവാസമടക്കമുള്ള സമരം ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. വാഴവര അർബൻ PHCയോട് കട്ടപ്പന നഗരസഭയുടെ അവഗണന തുടരുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്തെത്തി. നഗരസഭയിലെ വിവിധ വാർഡുകൾക്ക് പുറമെ ഇരട്ടയാർ, കാമാക്ഷി പഞ്ചായത്തുകളിലെ നിരവധി ആളുകൾക്കും പ്രയോജനം ലഭിക്കുന്നുണ്ട്. പുതിയ കെട്ടിടം 2020 നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതായി ഫ്ലെക്സ് വെച്ചെങ്കിലും ഇതുവരെ തുടർ നടപടിയുമുണ്ടായില്ല. ഇത് പ്രതിഷേധകരമാണെന്നും നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ ഉപവാസ സമരം ഉൾപ്പെടെ ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. കട്ടപ്പന നഗരസഭയിലെ 5-6 വാർഡുകൾക്ക് മാത്രമല്ല അടുത്തുള്ള ഇരട്ടയാർ, കാമാക്ഷി പഞ്ചായത്തിൻ്റെ കുറേ വാർഡുകളിലുള്ള ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നതാണ് വാഴവരയിൽ പ്രവർത്തിക്കുന്ന അർബൻ PHC. പക്ഷേ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അർബൻ PHCയുടെ തികഞ്ഞ അവഗണന തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആ കെട്ടിടം 2020 പണി നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇതിന് കുറേ ഫ്ലെക്സുകൾ വെച്ചു. 6 മാസങ്ങൾക്ക് മുമ്പ് 25 ലക്ഷം രൂപ അനുവദിച്ചു, 30 ലക്ഷം രൂപ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സുകൾ വെച്ചെങ്കിലും ഇതുവരെ അതിൻ്റെ ഒരു ടെൻഡർ നടപടികളിലേക്ക് പോലും നഗരസഭ എത്തിയിട്ടില്ല. ഈ ആശുപത്രിയിലേക്ക് ലഭിക്കേണ്ട ദന്ത ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാരുടെ സേവനം നഗരസഭയുടെ അനാസ്ഥയാൽ ലഭ്യമായില്ലെന്നും ആരോപണമുണ്ട്. ഇവരുടെ ഈ അനാസ്ഥ കൊണ്ട്, ഈ കെടുകാര്യസ്ഥത കൊണ്ട് സർജിക്കൽ ഡോക്ടർമാർ 3 പേര് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഹൈറേഞ്ച് വാഴവരയുടെ ഒരു മുഖമുദ്രയായി മാറി ഈ പ്രസ്ഥാനം. ഇവരുടെ ഈ അനാസ്ഥ കൊണ്ട് അത് നശിച്ചു പോകുന്ന രീതിയാണ് കാണുന്നത്. വാഴവരയിൽ നിലവിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് അർബൻ PHC പ്രവർത്തിക്കുന്നത്. ഈ ആതുരാലയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വാഴവരയിൽ തന്നെയുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. MLA ഫണ്ടിൽ നിന്നും ലഭിച്ച 30 ലക്ഷം രൂപയും നഗരസഭയുടെ 10 ലക്ഷം രൂപയും ഇതിനകം വിനിയോഗിച്ചു കഴിഞ്ഞു. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ആരോഗ്യ ഗ്രാന്റിൽ നിന്ന് 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് ഇതുവരെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നാണ് പ്രധാന ആരോപണം. അയ്യപ്പൻകോവിൽ മേരികുളം ഇടപ്പൂക്കുളത്തിനും പുല്ലുമേടിനുമിടയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. കുമളി ഉപ്പുതറ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 18 യാത്രക്കാർ ഉണ്ടായിരുന്നു. കുമളിയിൽ നിന്ന് ഉപ്പുതറയ്ക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ് പുല്ലുമേടിന് സമീപം നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. യാത്രക്കാരിൽ ചിലർക്ക് നിസ്സാര പരിക്കുണ്ട്. കുമളിയിൽ നിന്നും ആനവിലാസം മേരികുളം വഴി സർവീസ് നടത്തുന്ന ബസ്സാണ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് പുല്ലുമേടിനും ഇടപ്പൂക്കുളത്തിനുമിടയിൽ കൊടുംവളവിൽ നിയന്ത്രണം വിട്ട് കാപ്പിത്തോട്ടത്തിലേക്ക് മറിഞ്ഞത്. ജീവനക്കാരടക്കം 18 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 8 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഒരാൾ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലും 6 പേർ കട്ടപ്പനയിലും ചികിത്സ തേടി. സമീപവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വേണ്ടത്ര ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഞങ്ങൾ ബസ് വന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് മനസ്സിലായി. ഈ ബസ്സിന്റെ നമ്പർ ഞങ്ങൾ പരിവാഹനം നോക്കിയപ്പോൾ 2018 ഈ വണ്ടിയുടെ പെർമിറ്റ് തീരുകയും അതുപോലെ 2021 ഇൻഷുറൻസ് തീരുകയും ചെയ്തതാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങൾ എങ്ങനെയാണ് സാധാരണപ്പെട്ട യാത്രക്കാർ യാത്ര ചെയ്യുന്നത്? എന്ത് സംരക്ഷണമാണ് കൊടുക്കാൻ കഴിയുന്നത്? ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗർഭിണികളടക്കമുള്ള ആളുകളാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്തത്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ആ നഷ്ടം നടത്താൻ കഴിയുക? സാധാരണ ജനങ്ങളെ നിയമത്തിൻ്റെ പേരിൽ ഒരുപാട് കുരുക്കിൽ ചാടിക്കുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് കണ്ണു തുറന്ന് കാണണം. ഇമാതിരി വാഹനങ്ങൾ നിരത്തിലിറക്കാതിരിക്കുക. ഇത് വന്നൊരു മറ്റൊരു വാഹനത്തിൽ തട്ടിയാലും അവർക്കെന്ത് സംരക്ഷണം കിട്ടുക?
തീർച്ചയായിട്ടും ഈ അധികാരമുള്ള ആളുകൾ മറ്റുള്ള സാധാരണപ്പെട്ട ആളുകളുടെ മേലെ അവരുടെ പോരായ്മകൾ പറഞ്ഞ് പെറ്റിക്കിടപ്പിക്കുമ്പോൾ ഇതുപോലുള്ള KSRTC പോലുള്ള വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അവർ ഉറപ്പുവരുത്തേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കണ്ണുറന്ന് കാണണം. കാരണം സാധാരണപ്പെട്ട ആളുകളാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ആർക്കും സാരമായ പരിക്കില്ല. കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുകളും നിറഞ്ഞ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇടുങ്ങിയ റോഡിൽ എതിരെ വാഹനങ്ങൾ കൂടിയെത്തുമ്പോൾ വലിയ വാഹനങ്ങൾക്ക് യാത്ര ദുഷ്കരമാണ്. നെടുങ്കണ്ടം തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിന്റെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ നിലച്ചു. ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മാർക്കറ്റ് പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തോടെ മുൻപുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയായിരുന്നു. ഇതോടെ ഹൈറേഞ്ചിലെ പ്രധാന മാർക്കറ്റിന്റെ പ്രവർത്തനമാണ് ഇല്ലാതായത്. 3 വർഷങ്ങൾക്ക് മുൻപാണ് തൂക്കുപാലം മാർക്കറ്റിലെ ശോചനീയാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. തുടർന്ന് പുതിയ മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 7 കോടി രൂപ മുതൽ മുടക്കിൽ 4 നിലകളിലായി സമുച്ചയം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. മത്സ്യ, മാംസ, പച്ചക്കറി സ്റ്റാളുകൾക്കായി പ്രത്യേക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 1 വർഷത്തിലധികമായി നിർമ്മാണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പണികൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ച ശേഷം ഈ മാർക്കറ്റ് പൊളിച്ചിട്ട ശേഷം ഈ പണികൾ ഇപ്പോൾ പാതി നിലച്ച രീതിയിലാണ്. സാധാരണപ്പെട്ട ജനങ്ങൾ അവരുടെ ആടുകളും മാടുകളും കോഴികളും ഒക്കെ വിൽപ്പനയ്ക്കായി തൂക്കുപാലത്ത് എത്തിച്ച് മറ്റുള്ള ജില്ലകളിൽ നിന്നും ഇതിനെ വാങ്ങുവാൻ വേണ്ടി ഇവിടെ എത്തി. ഇവിടുത്തെ കർഷകർക്ക് നല്ല ന്യായമായ വില ലഭിച്ചിരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ മാർക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഹൈറേഞ്ചിന്റെ കുടിയേറ്റകാലം മുതൽ സജീവമായിരുന്ന മാർക്കറ്റാണ് തൂക്കുപാലം. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന പച്ചക്കറിക്കും പലചരക്ക് സാധനങ്ങൾക്കുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും ആടുമാടുകളെയും ഇവിടെ വിപണനത്തിന് എത്തിച്ചിരുന്നു. നിലവിൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് മാർക്കറ്റ് ദിവസം വ്യാപാരികൾ വിപണനം നടത്തുന്നത്. പ്രധാന മാർക്കറ്റ് ഇല്ലാതായതോടെ വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ലഭിച്ചിരുന്ന തൂക്കുപാലം മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്നതും കുറഞ്ഞു. വെള്ളം കൂടി മുട്ടിക്കാതെ ഇടുക്കി മലങ്കര ജലാശയത്തിലെ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. അണക്കെട്ടിലെ ജലനിരപ്പ് 37 മീറ്ററിൽ എത്തിച്ച് നടത്താനായിരുന്ന അറ്റകുറ്റപ്പണിയാണ് ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. 5 വർഷം മുൻപ് സ്ഥാപിച്ച ഇരുമ്പ് വടം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായിരുന്നു. മലങ്കര ജലാശയത്തിലെ ജലനിരപ്പ് 37 മീറ്ററിലേക്ക് താഴ്ത്തിയാൽ മാത്രമേ പൂർണ്ണതോതിൽ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ജലനിരപ്പ് താഴ്ത്തുമ്പോൾ ശുദ്ധജലത്തിനായി മലങ്കര ജലാശയത്തെ ആശ്രയിക്കുന്ന മുട്ടം, അറക്കുളം, കുടയത്തൂർ, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തുകളിലെ പമ്പിംഗ് മുടക്കേണ്ടിവരും. ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നെങ്കിലും ഇവർ ശുദ്ധജലം മുടക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി നിലപാടെടുത്തു. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ, ജില്ലാ കളക്ടർ ഷീബ ജോർജ് എന്നിവർ ഇടപെട്ട് മുങ്ങൽ വിദഗ്ധനെ എത്തിച്ച് വടം മാറ്റാനും ബാക്കിയുള്ള അറ്റകുറ്റപ്പണികൾ ജൂൺ മാസത്തിൽ നടത്താനും തീരുമാനിച്ചു. അണക്കെട്ടിലെ 6 ഷട്ടറുകളിൽ 4-6 നമ്പർ ഷട്ടറുകളുടെ ഇരുമ്പ് വടമാണ് മോശം അവസ്ഥയിലെത്തിയിരുന്നത്. മിനിസ്റ്ററുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, കുടിവെള്ളം മുടങ്ങരുത്, 7 പഞ്ചായത്തിനെ ഇത് ബാധിക്കും. അപ്പോൾ നമുക്ക് താത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം പണിയുണ്ട് ശരിക്കും 6 ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു 2 ദിവസം താത്താനും പിന്നെ 3 ദിവസം പണിയും, ഒരു 3 ദിവസം തിരിച്ചു വെള്ളം കയറാനും. അപ്പോൾ ഒരു 7 ദിവസത്തേക്ക് കുടിവെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനിസ്റ്റർ നിർദ്ദേശം ഉണ്ടായിരുന്നു. മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ഉൽപാദനം പരമാവധി കുറച്ചാൽ മാത്രമേ ഡാമിന്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ. ഈ കാലയളവിൽ മലങ്കര ജലാശയത്തെ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന പഞ്ചായത്തുകളിൽ ബദൽ മാർഗം കണ്ടെത്തുകയും ചെയ്യേണ്ടിവരും. അയ്യപ്പൻകോവിൽ ഹെവൻ വാലി പച്ചക്കാട് റോഡ് നവീകരണത്തിനായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തി. മുൻപ് PMGSY പദ്ധതിയിൽ നിർമ്മിച്ചിരുന്ന റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് ഗ്രാമപഞ്ചായത്ത് നവീകരിക്കുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഗ്രാന്റിൽ നിന്നും 10 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കാലതാമസം കൂടാതെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മുൻപ് PMGSY പദ്ധതിയിലാണ് റോഡ് നിർമ്മിച്ചത്. തുടർന്നുള്ള അറ്റകുറ്റപ്പണികളുടെ ചുമതല ജില്ലാ പഞ്ചായത്തിനായിരുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് റോഡ് നവീകരണത്തിന് ഫണ്ട് ലഭ്യമാകാതെ വന്നതോടെയാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി തുക വകയിരുത്തിയത്. സിമന്റ് പാലം മുതൽ ഹെൻവാലി വരെയുള്ള ഹെൻവാലി വരുന്നപ്പെട്ട PMGSYയിൽ ഉൾപ്പെടുത്തി പണിത റോഡിന്റെ ശോചനീയാവസ്ഥ പല പ്രാവശ്യമായിട്ട് നമുക്കറിയാം. അത് ജില്ലാ പഞ്ചായത്തായിരുന്നു അതിന്റെ അതോറിറ്റി അത് പണി ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് ഫണ്ടുകളൊന്നും വെച്ചിരുന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം മെയിൻ്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി തന്നെ അവിടെ ടാറിങ് നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സിമന്റ് പാലത്ത് നിന്നും മരുതമ്പേട്ട സിമന്റ് പാലം പച്ചക്കാട് ഹെൻവാലി റോഡിന് 10 ലക്ഷം രൂപ മെയിൻ്റനൻസ് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ പണി ചെയ്യാൻ ടെൻഡർ നടപടിയിലോട്ട് പോകുന്നു.
നിലവിൽ ചപ്പാത്ത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് ഹെവൻ വാലി വരെ വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗതം അതീവ ദുഷ്കരമാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡ് കൂടിയാണിത്. റോഡിന്റെ വലിയ രീതിയിൽ തകർന്നു കിടന്നിരുന്ന ഭാഗങ്ങൾ പ്രദേശവാസികൾ മണ്ണും മക്കുമിട്ട താൽക്കാലികമായി നികത്തിയിരുന്നു. റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടുകൂടി ഇതുവഴിയുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂളിൽ സക്ര ഫമീലിയ 2K23 എന്ന പേരിൽ വാർഷിക ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി കിൻഫ്ര ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്നത്. കോവിഡിനും മഹാമാരികൾക്കുമെല്ലാം ശേഷം ഇത്തവണ വാർഷികാഘോഷ പരിപാടികൾ ഏറെ വേറിട്ടതാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കട്ടപ്പന ഓസാനം സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും. അതുകൊണ്ട് തന്നെ കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാൾ അക്ഷരാർത്ഥത്തിൽ ആഘോഷ നഗരിയായി മാറി. കട്ടപ്പനയിൽ നിന്നും നിരവധി പ്രഗത്ഭർ ഇന്ന് വലിയ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെടാതെ വലിയ നിലയിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും കിൻഫ്ര ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തലമുറയ്ക്ക് വേണ്ടി ക്ലാസ് മുറികൾ ഉണ്ടാകുന്നതാണ്. എലീസ കുക്ക്, ചിന്തകനും ദാർശനികനുമായ എലീസ കുക്ക് ഇങ്ങനെ എഴുതി, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കഴിമരങ്ങളും തടവറകളും ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ക്ലാസ് മുറികൾ ഉണ്ടാകുന്നതാണ്. ഒരു സ്കൂൾ തുറക്കുമ്പം ഒരു ജയിൽ അടയുന്നു. റൂസോ, ചിന്തകനായ റൂസോ ഇങ്ങനെ എഴുതി, ഒരു സ്കൂൾ തുറക്കുമ്പോൾ ഒരു ജയിൽ അടയുന്നു. ഗിന്നസ് അവാർഡ് ജേതാവ് അബീഷ് പി ഡൊമിനിക് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. പരിപാടിയുടെ ഭാഗമായി അബീഷ് പി ഡൊമിനിക്കിന്റെ അഭ്യാസ പ്രകടനവും അരങ്ങേറി. തുടർന്ന് സ്കൂളിലെ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. മക്കളെ, നിങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുവാണോ? നിങ്ങൾക്കറിയാമോ, ഈ പ്രകൃതിയാണ് നമ്മുടെ ജീവൻ പിടിച്ചു നിർത്തുന്നത്. നമുക്ക് വേണ്ട ഓക്സിജനും ഭക്ഷണവും ജലവും എല്ലാം തരുന്നത് ഈ പ്രകൃതിയാണ്. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ വിൽഫിച്ചൻ തെക്കേവയലിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബിൾ പൊടിമറ്റത്തിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു, വൈസ് പ്രിൻസിപ്പൽ ജോസ് വർഗീസ്, PTA പ്രസിഡന്റ് സജി തോമസ്, സ്കൂൾ ലീഡേഴ്സായ സഞ്ജന സത്യൻ, സച്ചു റോബിൻസ് എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു.
വാത്തിക്കുടി കിളിയാർകണ്ടം ഗവൺമെന്റ് LP സ്കൂൾ സുവർണ ജൂബിലി ആരംഭവും അധ്യാപക രക്ഷകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പതാക ഉയർത്തലോടെയാണ് വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് സ്കൂളിലെ സുവർണ ജൂബിലി ആരംഭവും അധ്യാപക രക്ഷകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ജിസ് KS അധ്യക്ഷത വഹിച്ച പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ ജെയ്സൺ വി ടോം, സ്കൂൾ സ്റ്റാഫ് ജോസഫ് MT എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ക്ലാർക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത സജീവ്, ബിജിമോൻ വടക്കേക്കര, റോണിയോ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, അജികുമാർ VK, സജീവൻ ചിരുവിൽ, ഡെറ്റി ജിമ്മി, സ്റ്റാഫ് സെക്രട്ടറി സ്റ്റെഫി ജോയി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സീഡും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെയും സഹകരണത്തോടെയാണ് തയ്യൽ മെഷീൻ വിതരണം ചെയ്തത്. സീഡിന്റെ സാമൂഹിക വികസന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു വരുമാന മാർഗമാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റു തൊഴിലുകൾ ചെയ്തുകൊണ്ട് തന്നെ ഇത് കൃഷിയായിട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മറ്റു സ്വയം തൊഴിലൊക്കെ ഇതിനോടൊപ്പം തന്നെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. യോഗത്തിൽ സീഡ് വിഭാഗം അംഗങ്ങളായ അനന്തുകൃഷ്ണൻ, ജാൻസി ഷാജി, ബീന സിന്തോൾ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിൽ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടന്നു. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കിസാൻ സർവീസ് സൊസൈറ്റി, മുരിക്കാശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലെ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ സുരേഷ് അഡ്വാനിയുടെ നേതൃത്വത്തിലാണ് മുരിക്കാശ്ശേരിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കിസാൻ സർവീസ് സൊസൈറ്റി, മുരിക്കാശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ ഒരാൾ ഡോക്ടറാകുക പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം പൊരുതി നിന്നു, മിടുക്കനായ ഡോക്ടറായി. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്യാൻസർ രോഗ വിദഗ്ധനാണ് ഈ ഹോസ്പിറ്റൽ തുടക്കം കുറിച്ച സുരേഷ് അഡ്വാനി. 2002 അദ്ദേഹം പത്മഭൂഷൺ ബഹുമതി നേടി ഇന്ത്യ ഗവൺമെന്റിന്റെ. 2012 പത്മശ്രീ ബഹുമതി നേടി. ഒരു വ്യക്തിക്ക് തന്നെ ഭാരത ഗവൺമെന്റിന്റെ 2 പുരസ്കാരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അപൂർവങ്ങളായ ആളുകൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ KSS വാത്തിക്കുടി യൂണിറ്റ് പ്രസിഡന്റ് ബോബി കച്ചുറിയിൽ അധ്യക്ഷനായിരുന്നു. KSS ജില്ലാ പ്രസിഡന്റ് ജോൺ PA, യൂണിറ്റ് സെക്രട്ടറി നിക്സൺ, മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി സെബാസ്റ്റ്യൻ, ഷാജി വരവുകാലാപ്പറമ്പിൽ, റോബർട്ട് കണ്ണഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു വന്നിരുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ സമാപിച്ചു. തിരുനാളിന്റെ ഭാഗമായി കട്ടപ്പന ടൗൺ ചുറ്റി ഇടുക്കി കവല സെന്റ് ഗ്രിഗോറിയോസ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും സംഘടിപ്പിച്ചു. 8-ാം തീയതി പെരുന്നാൾ കൊടിയേറിയതോടെയാണ് 7 ദിവസം നീണ്ടുനിന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായത്. തിരുനാളിന്റെ ഭാഗമായി എല്ലാ ദിവസവും പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടത്തി. തിരുനാളിന്റെ 6-ാം ദിവസമായ വെള്ളിയാഴ്ച കട്ടപ്പന ടൗൺ ചുറ്റി ഇടുക്കി കവല സെന്റ് ഗ്രിഗോറിയോസ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും നടത്തി. വാദ്യമേളങ്ങളുടെയും പ്രത്യേകമായി ഒരുങ്ങിയ കുരുന്നുകളുടെയും അകമ്പടിയോടെയായിരുന്നു പ്രദക്ഷിണം നടന്നത്.
പ്രദക്ഷിണം തിരികെ ദേവാലയത്തിലെത്തിയതോടെ ധൂപപ്രാർത്ഥനയും ആശീർവാദവും സ്നേഹവിരുന്നും നടന്നു. തിരുനാളിന്റെ അവസാന ദിവസം രാവിലെ ഫാദർ കുര്യാക്കോസ് പി തോമസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും നടന്നു. തുടർന്ന് സെന്റ് മേരീസ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും നടത്തി. സമാപന ആശീർവാദത്തോടും നേർച്ച വിളമ്പോടും കൂടിയാണ് 7 ദിവസം നീണ്ടുനിന്ന തിരുനാൾ സമാപിച്ചത്. നിരവധി വിശ്വാസികൾ തിരുനാളിൽ പങ്കാളികളായി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. തൊടുപുഴയ്ക്കടുത്തുള്ള കോട്ടപ്പാറയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും അഭാവം സഞ്ചാരികൾക്ക് വെല്ലുവിളിയാകുന്നു. സീസൺ ആരംഭിച്ചതോടെ ദിനംപ്രതി 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. തണുപ്പുകാലമായതോടെ സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വർണ്ണവസന്തം ഒരുക്കിയിരിക്കുകയാണ് തൊടുപുഴയ്ക്കടുത്തുള്ള കോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ. സീസൺ ആരംഭിച്ചതോടെ ദിനംപ്രതി 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. സഞ്ചാരികളുടെ ബാഹുല്യം ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. വണ്ണപ്പുറത്തു നിന്നും കോട്ടപ്പാറയ്ക്കുള്ള റോഡിന്റെ വീതിക്കുറവും കൊടും വളവുകളും വഴിവിളക്കിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ചെങ്കുത്തായ പാറകൾ നിറഞ്ഞ ഇവിടെ സംരക്ഷണ വേലിയോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ല. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷിതമായി കാഴ്ച കണ്ടു മടങ്ങുവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 485 രൂപ, ഏലം കൂടിയ വില 880, ഏലം ശരാശരി വില 650, കാപ്പിപ്പരിപ്പ് 165, ഗ്രാമ്പു 800, കൊക്കോ 40, റബ്ബർ 125. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5200 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Higher Education Oriented Coaching and Training Programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. ദർശന പുണ്യവുമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. പുല്ലുമേട്ടിലും പരുന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും മണിക്കൂറുകൾ കാത്തുനിന്ന അയ്യപ്പ ഭക്തർ ശരണം വിളികളോടെ മലയിറങ്ങി. ഇത്തവണ ഒരുക്കിയത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. മൂന്നാർ ആനയിറങ്കൽ ഹൈഡൽ ടൂറിസം സെന്ററിൽ കാട്ടാന ആക്രമണം. കുട്ടവഞ്ചിയും വിവിധ ഉപകരണങ്ങളും നശിപ്പിച്ചു. സോളാർ വേലി ഉണ്ടായിരുന്നത് വിനോദസഞ്ചാരികൾക്ക് തുണയായി. കാട്ടാന ടൂറിസം സെന്ററിലേക്ക് എത്തിയത് ഡാം നീന്തിക്കടന്ന. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ 3 ചെയിൻ 10 ചെയിൻ മേഖലകളിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള തീരുമാനം അയ്യപ്പൻകോവിൽ പൊന്മുടി കല്ലാറകുട്ടി നിവാസികൾക്ക് ആശ്വാസം പകരുന്നു.
ഉന്നതതല യോഗത്തിൽ പീരുമേട് താലൂക്കിലെ ഭൂമി വിഷയങ്ങൾ പരാമർശിക്കാത്തതിൽ ആശങ്കയും ഉയരുന്നു. രാജമാണിക്യം റിപ്പോർട്ടിന്റെ പേരിൽ ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ ഉപ്പുതറ നിവാസികൾ. കട്ടപ്പന വാഴവര അർബൻ PHCയോട് നഗരസഭ അവഗണന കാണിക്കുന്നതായി പരാതി. നഗരസഭയുടെ അനാസ്ഥയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ആശുപത്രിക്ക് നഷ്ടമായെന്നും ആക്ഷേപം. ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ ഉപവാസമടക്കമുള്ള സമരം ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.